വിട്ടവാണം ആകാശത്ത് പോയി വിരിയുന്നത് ഇത്ര അടുത്ത് നിന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സോഹേ മേറ്റ്സ് ഓൺലി ഹിയർ. നമ്മുടെ യാത്ര ഇന്ന് ചെന്നൈയിലേക്കാണ്. നമ്മളാണെങ്കിൽ ബസ് കയറിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരാനിരുന്ന ട്രെയിൻ മിസ്സായതുകൊണ്ടാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്ത് പോകുന്നത്. ഒന്ന് മയങ്ങിയപ്പോഴേക്കും തമിഴ്നാട് എത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ചെറുശേരിക്കുള്ള വണ്ടി കുറച്ചൊന്ന് ചുറ്റിയെങ്കിലും കൃത്യമായ വണ്ടി കണ്ടെത്തി സീറ്റുകളിൽ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. മഹേഷ് ഏട്ടന്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്ത് സമയം പോകുന്നത് ഇപ്പൊ അറിയുന്നില്ല. അതാ ഇപ്പൊ തന്നെ സന്ധ്യയായി. അടുത്ത പേരുടെ നിർത്തം സോളിംഗനല്ലൂർ. നെക്സ്റ്റ് സ്റ്റോപ്പ് സോളിംഗനല്ലൂർ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ യാത്ര വൈകിട്ട് 6 മണിയായിട്ടും ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ ഞങ്ങളൊരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. 12 മണിക്കൂറായി ട്രാവൽ തന്നെ. ട്രെയിൻ മിസ്സായപ്പോൾ തുടങ്ങിയതാണ്. ബസ് കയറി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചെന്നൈയിൽ വന്ന് ഇവിടെ നിന്ന് KSRTC എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബസ്സിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇറങ്ങി നേരെ അപ്പാർട്ട്മെന്റിലായിട്ട് ഒരു യൂബ് ബുക്ക് ചെയ്തു. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഷിനാസൂട്ടിനും തമിഴ് ബ്രോയും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ റൂമിലേക്ക് പോയി. മേളിലെത്തി എല്ലാവരും കൂടി ഇരുന്ന് പടക്കം പൊട്ടിയിൽ കണ്ടേ. നമ്മുടെ വെടിക്കെട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ലൈവ് ചെയ്തിരുന്നു. കണ്ടവരുണ്ടോ? എല്ലാം കഴിഞ്ഞ് അശ്വിൻ ചേട്ടന്റെ പിറന്നാൾ കേക്ക് മുറിയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ഉറങ്ങി. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ ഇവിടുത്തെ പുറത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഫോളോ ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.